ഇസ്ലാമി ഹിന്ദു കേരള അംഗവും ഈ മുജീബ് റഹ്മാൻ സാഹിബ് നടത്തുന്ന വാർത്താസമ്മേളനമാണ് നടക്കാൻ പോകുന്നത്. വാർത്താസമ്മേളനത്തിൽ ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന സെക്രട്ടറി ഷിഹാബ് കൂടി ഞാൻ സമ്മതിക്കുന്നുണ്ടോ, സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി. പിന്നെ പ്രിയ മാധ്യമ സുഹൃത്തുക്കളെ, കുറച്ച് കാലങ്ങളായി ജമാഅത്തെ ഇസ്ലാമി ഹിന്ദുമായി ബന്ധപ്പെട്ട വളരെ ഹീനമായ വിദ്വേഷ പ്രചരണത്തിന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി നേതൃത്വം നൽകി വരികയാണ്. കഴിഞ്ഞ പാലക്കാട് ഇലക്ഷൻ്റെ ഘട്ടത്തിലും ജമാഅത്തെ ഇസ്ലാമിയെ മുൻനിർത്തിക്കൊണ്ടുള്ള വർഗീയ വിഭാഗീയമായ പ്രവർത്തനങ്ങൾക്ക് CPM നേതൃത്വം നൽകിയിരുന്നു. ഏറ്റവും അവസാനം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലും ഇലക്ഷനുമായി ബന്ധപ്പെട്ട് വരുന്ന നിരവധി ചോദ്യങ്ങൾ, സമൂഹത്തിൽ നിന്നുയരുന്ന, സമുദായത്തിൽ നിന്നുയരുന്ന ധാരാളം രാഷ്ട്രീയ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതിന് പകരം ജമാഅത്തെ ഇസ്ലാമിയെ ഭീകരവൽക്കരിച്ചുകൊണ്ടുള്ള വർഗീയ വിഭാഗീയ പ്രവർത്തനങ്ങളാണ് CPMൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ നാട്ടക്കുറിയാക്കി കേരളത്തെ വർഗീയമായി ധ്രുവീകരിക്കാനുള്ള CPIMൻ്റെ വില കുറഞ്ഞ രാഷ്ട്രീയത്തിനെതിരെയുള്ള ശക്തമായ തിരിച്ചടിയാണ് നിലമ്പൂരിലെ വിധിയെഴുത്ത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിലമ്പൂരിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഞാൻ നിലമ്പൂർക്കാരനാണ്. രാഷ്ട്രീയ പ്രതിബദ്ധതയുള്ള ഒരു സമൂഹമാണ്, രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ഒരു സമൂഹമാണ് നിലമ്പൂരിലുള്ള ജനത എന്ന് പറയുന്നത്. എല്ലാ മതസാമൂഹ്യ വിഭാഗങ്ങളും അവിടെയുണ്ട്. ആ മതസാമൂഹ്യ വിഭാഗങ്ങളെല്ലാം കൃത്യമായ രാഷ്ട്രീയ നിലപാടുള്ളവരാണ്. ഏതെങ്കിലും ഒരു ജനവിഭാഗത്തിന് മെജോറിറ്റി ഉണ്ട് എന്ന് പറയാൻ കഴിയാത്ത വിധം എല്ലാ വിഭാഗവും തിങ്ങി താമസിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ CPM കുറച്ച് കാലങ്ങളായി തുടർന്നു വന്നുകൊണ്ടിരിക്കുന്ന വർഗീയ വിഭാഗീയമായ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇടം ലഭിച്ചില്ല എന്നുള്ളത് CPMന് ഒരുപാട് പാഠം പഠിക്കാൻ കൂടി ഉപകരിക്കുന്നതാണ് എന്നുകൂടി സാന്ദർഭികമായി ഉണർത്തുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് CPM പച്ചക്കള്ളമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഇലക്ഷൻ തുടങ്ങിയത് മുതൽ ഇന്ന് ഞാൻ നിങ്ങളെ അഭിമുഖീകരിക്കുന്നത് വരെ CPMൻ്റെ സമുന്നതരായ നേതാക്കന്മാർ ജമാഅത്തെ ഇസ്ലാമിക്ക് നേരെ ഒരുപാട് വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഞാൻ ഇന്നാണ് ഔദ്യോഗികമായി ജമാഅത്തെ ഇസ്ലാമി അതിനോട് പ്രതികരിക്കുന്നത്. ആരെങ്കിലുമല്ല, CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാഷ്, ബഹുമാന്യനായ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് നേരെ പച്ചക്കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാധ്യമപ്രവർത്തകർ എന്ന നിലക്ക് നിങ്ങൾക്കും അതിൻ്റെ മറുവശം പലതും അറിയാവുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഉദാഹരണമായി ഗോവിന്ദ മാഷ് ഇലക്ഷൻ പ്രചരണത്തിൻ്റെ ഘട്ടത്തിൽ പറഞ്ഞ ഒരു കാര്യം, പഹൽഗാം ആക്രമണവുമായി ബന്ധപ്പെട്ട്, ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാത്ത മുസ്ലിം സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമി ദേശീയ തലത്തിൽ പഹൽഗാവുമായി ബന്ധപ്പെട്ട് ആദ്യം പ്രതിഷേധം രേഖപ്പെടുത്തിയ സംഘടനയിൽപ്പെട്ട പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമിയുടെ ദേശീയ അമീറിൻ്റെ പത്രസമ്മേളനം വീഡിയോകൾ അതിൻ്റെ വെബ്സൈറ്റിലുണ്ട്. പ്രസ് റിലീസ് എല്ലായിടത്തുണ്ട്. മലയാളത്തിൽ അതിൻ്റെ ട്രാൻസ്ലേഷൻ വന്നിട്ടുണ്ട്. ഇതൊരു റിയാലിറ്റിയാണെന്നിരിക്കെ ഗോവിന്ദ മാഷ് പറഞ്ഞു, ഇതിനോട് പ്രതികരിക്കാത്ത ഏക മുസ്ലിം സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. രാഷ്ട്രീയമായി വിയോജിപ്പാകാം. എന്തിനാണ് ഒരു മൈനോറിറ്റിയിൽപ്പെട്ട ഒരു മുസ്ലിം മതസംഘടനയെ ഈ അർത്ഥത്തിൽ, എന്തിനാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സമുന്നതനായ ഒരു നേതാവ് തങ്ങളുടെ രാഷ്ട്രീയമായ താല്പര്യത്തെ മുൻനിർത്തി ഒരു മതസംഘടനയ്ക്കെതിരെ ഇങ്ങനെ പച്ചക്കള്ളം പറയുന്നത് എന്നതാണ് ചോദിക്കാനുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ബഹുമാന്യനായ മുഖ്യമന്ത്രി
നിലമ്പൂരിൽ വന്ന് അദ്ദേഹം ധാരാളം സ്ഥലങ്ങളിൽ പ്രഭാഷണം നടത്തി. അദ്ദേഹം എൻ്റെ കൂടി ഞങ്ങളുടെ കൂടി മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിലും പച്ചക്കള്ളം പ്രഭാഷണത്തിൽ അദ്ദേഹം ഉദ്ധരിക്കുകയുണ്ടായി, അല്ലെങ്കിൽ പറയുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് കാശ്മീരിൽ തരിഗാമി മത്സരിക്കുന്നിടത്ത് ജമാഅത്തെ ഇസ്ലാമി BJPയുടെ കൂടെ നിന്നു എന്നുള്ളതാണ്. അങ്ങൊരു മുഖ്യമന്ത്രിയാണ്, അദ്ദേഹം ഒരു മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം വളരെ ഉത്തരവാദിത്വത്തോടു കൂടി സംസാരിക്കേണ്ട വ്യക്തിത്വമാണ്. അദ്ദേഹം നടത്തിയ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞത് തരിഗാമിയെ പരാജയപ്പെടുത്താൻ വേണ്ടി BJPയെ പിന്തുണച്ചു എന്നുള്ളതാണ്. വസ്തുതാപരമായി 4-5 തെറ്റുകൾ അതിലുണ്ട്. ഒന്ന്, ഇന്ത്യൻ ജമാഅത്ത് ഇസ്ലാമിക്ക് കാശ്മീരിൽ ഘടകങ്ങളില്ല. രണ്ടാമത്, ജമാഅത്തെ ഇസ്ലാമി അവിടെ BJPയെ പിന്തുണച്ചിട്ടില്ല, അവിടെ ഉള്ള ജമാഅത്തെ ഇസ്ലാമി പിന്തുണച്ചിട്ടില്ല. മൂന്നാമത്, അവിടെ NDAക്ക് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. നാലാമത്, അവിടെയുള്ള ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകർ പിന്തുണച്ചത് അവിടെയുള്ള ഒരു സ്വതന്ത്രനെയാണ്. അതോടൊപ്പം മുഖ്യമന്ത്രി മനസ്സിലാക്കേണ്ടത്, തരിഗാമിയെ അവിടെയുള്ള ജമാഅത്തെ ഇസ്ലാമി പിന്തുണച്ചില്ല എന്ന് മാത്രമല്ല, BJP പിന്തുണച്ചു എന്ന് പറയുന്ന മുഖ്യമന്ത്രി അതേസമയം തന്നെ രാജസ്ഥാനിലെ സിക്കറിലും തമിഴ്നാട്ടിലെ ഡിണ്ടിഗലും തമിഴ്നാട്ടിലെ മധുരയിലും അതേസമയം ജമാഅത്തെ ഇസ്ലാമി CPIഎമ്മിന് വോട്ട് ചെയ്തിരിക്കുന്നു എന്ന കാര്യം കൂടി മുഖ്യമന്ത്രി മനസ്സിലാക്കാത്ത ഒരാളാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ CPIഎമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയും നിലമ്പൂർ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യത്തിനു വേണ്ടി ജമാഅത്തെ ഇസ്ലാമിക്ക് നേരെ പച്ചക്കള്ളം മുന്നിൽ വെച്ചുകൊണ്ടുള്ള വർഗീയ വിഭാഗീയ പ്രവർത്തനങ്ങൾക്കാണ് വഴിമരുന്നിട്ട് കൊടുത്തത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇത് കുറച്ചു കാലമായി CPIഎം തുടരുന്നൊരു രീതിയാണ്, ഒരു ലൈനാണ്. വലതുപക്ഷ നെറേറ്റീവുകളെ ഉയർത്തുക എന്ന് പറയുന്നത്. കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ സംഘപരിവാർ നെറേറ്റീവുകളെ ഉയർത്തിക്കൊണ്ടുവരിക എന്ന് പറയുന്നത്. പലപ്പോഴും CPIഎം കേരളത്തിലും കേരളത്തെക്കുറിച്ചും ഉയർത്തുന്ന ഇത്തരം വലതുപക്ഷ നരേഷനുകൾ അല്ലെങ്കിൽ സംഘപരിവാർ നരേഷനുകൾ പിന്നീട് ഏറ്റെടുക്കുന്നത് ഇന്ത്യയിൽ സംഘപരിവാറാണ് എന്നുള്ളത് CPIഎം മനസ്സിലാക്കണം. CPIഎം ഇപ്പോൾ വിതക്കുന്നത് കൊയ്യാൻ CPIഎം അല്ല ഉള്ളത്, BJP ആണ് എന്ന രാഷ്ട്രീയ ബോധം CPIഎം കാണിക്കണം എന്നാണ് പറയാനുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, പ്രിയങ്ക വിജയിച്ചപ്പോൾ CPIഎം എന്താ പറഞ്ഞത്? പ്രിയങ്കയ്ക്ക് പിന്നിൽ വർഗീയ കക്ഷികളാണ്. അതുപോലെ തന്നെ പൗരത്വ സമരം ഇവിടെ നടന്നപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിയാണ് പറഞ്ഞത് അതിനകത്ത് തീവ്രവാദികൾ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. സ്വാഭാവികമായും പ്രധാനമന്ത്രി അത് ഏറ്റെടുത്തു. പ്രധാനമന്ത്രി ഏറ്റെടുത്തിട്ട് പറഞ്ഞു തീവ്രവാദികളുടെ നുഴഞ്ഞു കയറ്റം പൗരത്വ സമരത്തിലുണ്ട്. അതേപോലെ തന്നെ ലവ് ജിഹാദ് ഏറ്റെടുത്തത് യോഗി ആദിത്യനാഥാണ്. അതേപോലെ മലപ്പുറം ജില്ലയിലെ സ്വർണ്ണക്കള്ളക്കടത്തിനെ കുറിച്ച് ഡൽഹിയിൽ പോയി ദേശീയ പത്രത്തിന് ഹിന്ദുവിന് ഇൻ്റർവ്യൂ കൊടുത്തപ്പോൾ മലപ്പുറത്തെ പരാമർശിച്ചു എന്ന് മാത്രമല്ല അത് രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്നു എന്നുകൂടി പറഞ്ഞു. ആ ആക്ഷേപത്തിൽ നിന്ന് ഇനിയും മുഖ്യമന്ത്രി മാപ്പ് പറയുകയോ മലപ്പുറത്തോട് അതിൻ്റെ ക്ലാരിറ്റി വരുത്തുകയോ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെയാണ് പഹൽഗാവുമായി ബന്ധപ്പെട്ട ഗോവിന്ദൻ മാഷ പ്രസ്താവന. ഏറ്റവും അവസാനം നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിലമ്പൂരിൽ റിസൾട്ട് വന്നപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അതിൻ്റെ പിന്നിൽ വർഗീയ കക്ഷികളാണ്. 2 സ്റ്റേറ്റ്മെൻറ്റ് സമാനമാകുന്നുണ്ട്. ഒന്ന് രാജീവ് ചന്ദ്രശേഖരൻ്റെ സ്റ്റേറ്റ്മെൻറ്റും മറ്റൊന്ന് ഗോവിന്ദൻ മാഷയുടെ സ്റ്റേറ്റ്മെൻറ്റും. കുറച്ച് കാലങ്ങളായി ഗോവിന്ദൻ മാഷിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും അതുപോലെ തന്നെ സുരേന്ദ്രൻ്റെയും രാജീവ് ചന്ദ്രശേഖരൻ്റെയും സ്റ്റേറ്റ്മെൻറ്റ് സമാനമാകുന്നത് എന്തുകൊണ്ടാണ് എന്ന് CPIഎം ഉയർത്തുന്ന നരേറ്റീവുകൾ എന്തുകൊണ്ട് സംഘപരിവാറിന് സുഗമമായി ഏറ്റെടുക്കാൻ കഴിയുന്നുവെന്ന് CPIഎം ഗൗരവത്തോടു കൂടി ആലോചിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഇത്തരം ഹെയ് സ്പീച്ചിനെ ജനങ്ങൾ തള്ളിക്കളയുന്നു എന്നതിൻ്റെ കൂടി റിസൾട്ടാണ് നിലമ്പൂരിൽ സംഭവിച്ചത്. അത് ഇന്ത്യയിലെ കേരളത്തിലെ നിലമ്പൂരിലെ ജനങ്ങളുടെ പ്രബുദ്ധതയിലേക്കുള്ള സൂചനയാണ്. CPIഎമ്മിനേക്കാൾ സമകാലിക രാഷ്ട്രീയ സാഹചര്യത്തിൽ സാഹോദര്യവും സൗഹൃദവും തകർക്കുന്ന രീതിയിലുള്ള രാഷ്ട്രീയ നീക്കത്തിനെതിരെ ഈ രാജ്യത്തെ ജനത പ്രബുദ്ധത കാണിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, കഴിഞ്ഞ ഇലക്ഷനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്പീച്ച് നടത്തിയ
അവിടെയെല്ലാം BJP തോൽക്കുകയാണ് ചെയ്തത്. മുഖ്യമന്ത്രി നിലമ്പൂരിൽ വന്ന് ഏതാണ്ട് പ്രഭാഷണം നടത്തിയ എല്ലായിടത്തും മുഖ്യമന്ത്രിയുടെ പാർട്ടി ലീഡ് ചെയ്തില്ലെന്ന് മാത്രമല്ല പിന്നിലേക്ക് പോവുകയാണ് ചെയ്തത്. ഞാൻ പറഞ്ഞു വരുന്നത്, പഴയതുപോലെയല്ല, കാര്യങ്ങൾ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനുമുള്ള ശേഷിയും രാഷ്ട്രീയ ബോധവും ഈ രാജ്യത്തെ കേരളത്തിലെ സമൂഹത്തിനുണ്ട് എന്ന് ഇനിയെങ്കിലും CPI മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. UDFൻ്റെ വിജയം വന്നപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. UDFൻ്റെ വിജയം വന്നപ്പോൾ വർഗീയതയുടെ വിജയം, തങ്ങൾ ജയിക്കുമ്പോൾ മതേതരത്വത്തിൻ്റെ വിജയം, തങ്ങളെ പിന്തുണക്കുമ്പോൾ മതേതരത്വത്തിൻ്റെ പിന്തുണ, തങ്ങൾ പരാജയപ്പെടുമ്പോൾ വർഗീയതയുടെ പരാജയം, തങ്ങൾ പിന്തുണക്കപ്പെടാതിരിക്കുമ്പോൾ ഭീകരവാദികളുടെയും മതരാഷ്ട്രവാദികളുടെയും പിൻബലം. ഈ പ്രവണത CPMൽ അടുത്ത കാലത്ത് അവർ നടത്തിയ മുഴുവൻ സ്റ്റേറ്റ്മെൻറ്റുകളും പിന്നിട്ട നാൾ വഴികളിൽ CPM സ്വീകരിച്ച രാഷ്ട്രീയ നിലപാടുകളും പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, പ്രിയങ്ക ഗാന്ധി ലക്ഷക്കണക്കിന് വോട്ടിൻ്റെ പിൻബലത്തോടുകൂടി ജയിച്ചു, അത് വർഗീയതയുടെ വിജയം. വടകരയിൽ ഷാഫി വിജയിച്ചു, അത് വർഗീയതയുടെ വിജയം. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചു, അത് വർഗീയതയുടെ വിജയം. നിലമ്പൂരിൽ ആര്യയുടെ ഷൗക്കത്ത് വിജയിച്ചു, അത് വർഗീയതയുടെ വിജയം. അപ്പോൾ തങ്ങൾ മുസ്ലിം മൈനോറിറ്റി മറുഭാഗത്തുള്ള ആ മൈനോറിറ്റി വോട്ട് കൺസോളിഡേറ്റ് ചെയ്ത് ഏതെങ്കിലും ഒരു ജനാധിപത്യ ചേരി വിജയിക്കുന്ന ഘട്ടത്തിൽ തങ്ങൾ പരാജയപ്പെട്ടാൽ അത് വർഗീയതയുടെ വിജയം. നേരെ മറിച്ച് സുരേഷ് ഗോപി വിജയിച്ചപ്പം മറുഭാഗത്ത് ഹിന്ദു വർഗീയതയുടെ വിജയം എന്ന് പറഞ്ഞില്ലല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഉമാ തോമസ് തൃക്കാക്കര വിജയിച്ചപ്പോൾ UDFൻ്റെ കാൻഡിഡേറ്റ് തന്നെയാണ്, ഭൂരിപക്ഷ ക്രൈസ്തവ വോട്ടാണ്, അവിടെ ക്രൈസ്തവ വർഗീയതയുടെ വിജയം എന്ന് പറയുന്നില്ലല്ലോ. മലബാറിലും മുസ്ലിം മൈനോറിറ്റി നിലകൊള്ളുന്നിടത്തും തങ്ങൾക്ക് വിരുദ്ധമായ സമീപനം സ്വീകരിക്കുമ്പോൾ അവർക്ക് നേരെ വർഗീയതയുടെ ചാപ്പ കുത്തുന്ന സമീപനമാണ് CPM കുറച്ച് നാളായി സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ 9 വർഷം കേരളത്തെ എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ സോഷ്യൽ ഫാബ്രിക്കിന് ഏറ്റവും കൂടുതൽ ആഘാതമേറ്റ വർഷം കൂടിയാണ് എന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയും. നിങ്ങൾ ആലോചിച്ച് നോക്ക്, കേരളം ഒരു ഇസ്ലാമോഫോബിക് സ്റ്റേറ്റായിട്ട് മാറി. ഇന്ന് ഒരു കാര്യം ആര് പറയുന്നു എന്നുള്ളതല്ല, എന്തു പറയുന്നു എന്നുള്ളതല്ല, ആര് പറയുന്നു എന്നുള്ളതാണ്. അമീർ ഹസൻ കുഞ്ഞാലിക്കുട്ടിയിൽ നിന്ന് തുടങ്ങുന്ന ഈ അർത്ഥത്തിൽ ഇസ്ലാമോഫോബിക്കായ അന്തരീക്ഷത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള രാഷ്ട്രീയ സാമൂഹ്യ എൻജിനീയറിങ്ങിലൂടെ കേരളത്തിൻ്റെ സോഷ്യൽ ഫാബ്രിക്കിന് ഏറ്റവും കൂടുതൽ ആഘാതമേറ്റ കാലയളവാണ് ഈ 9 വർഷം എന്ന് പറയുന്നത്. ഇസ്ലാമോഫോബിക് സ്റ്റേറ്റായിട്ട് കേരളം മാറി. മാത്രമല്ല, കേരളത്തിലെ ഏറ്റവും പ്രബല ന്യൂനപക്ഷ വിഭാഗമായ ക്രൈസ്തവ മുസ്ലിം കമ്മ്യൂണിറ്റിക്കകത്തുള്ള ശൈഥില്യം ഇത്തരമൊരു രാഷ്ട്രീയ നിലപാടിൻ്റെ കൂടി ഭാഗമായി കേരളത്തിൽ സംഭവിച്ചതാണ്. അതുമാത്രമല്ല, കാസ എന്ന് പറയുന്ന ക്രൈസ്തവ കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ പച്ചക്ക് വർഗീയത ഉണർത്തുന്ന സ്വഭാവത്തോടു കൂടിയുള്ള ഗ്രൂപ്പ് പിറവിയെടുത്തതും ശക്തിപ്പെട്ടതും ഈ കാലയളവിലാണ്. കേരളത്തിൻ്റെ പുറത്ത് പലയിടങ്ങളിലായി നടക്കാറുള്ള ഹെയ്റ്റ് സ്പീച്ച്, അത് PC ജോർജ് ആയാലും ശശികല ടീച്ചറായാലും, ഏറ്റവും അവസാനം മുസ്ലിം ഈഴവ കമ്മ്യൂണിറ്റിയുടെ നേതാവ് മലപ്പുറത്ത് വന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്നാൽ അതിൻ്റെ തൊട്ടടുത്ത ദിവസം അദ്ദേഹത്തിന് അംഗീകാരം കൊടുക്കുക. അപ്പോൾ ഇത്തരം ഹെയ്റ്റ് സ്പീച്ചിനുള്ള എല്ലാ സംരക്ഷണവും നൽകുകയും കേരളത്തിൻ്റെ ഇസ്ലാമോഫോബിക്ക നാർക്കോട്ടിക് ജിഹാദുമായി ബന്ധപ്പെട്ട പരാമർശം വന്നപ്പോൾ മന്ത്രിയാണ് അവിടെ ഓടിയെത്തുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ സോഷ്യൽ ഫാബ്രിക്കിന് ഡാമേജ് ഉണ്ടാക്കുന്ന വർഗീയവും അതുപോലെ തന്നെ വർഗീയതയും ഹെയ്റ്റ് സ്പീച്ചും നടക്കുന്ന ഘട്ടത്തിൽ അതിനെ ശക്തമായി നേരിടുന്നതിന് പകരം അതിന് രക്ഷാകവചം ഒരുക്കുന്ന സമീപനമാണ് CPMൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഈ 9 കൊല്ലം കൊണ്ട് കേരളത്തിൻ്റെ സാമൂഹ്യ തലത്തെ സാരമായി ബാധിക്കുന്നതിന് ഇത്തരത്തിലുള്ള അപകടകരമായ ഇസ്ലാമോഫോബിക്കായ ഒരു അന്തരീക്ഷം രൂപപ്പെടുന്നതിന് ഇത് കാരണമായി എന്ന് നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ അർത്ഥത്തിലുള്ള വിഭാഗീയ പ്രവർത്തനത്തിന് രാഷ്ട്രീയം പറയണം, ഭരണകൂടം എന്നുള്ള അർത്ഥത്തിൽ ഭരണത്തിൻ്റെ വികസന നേട്ടങ്ങൾ പറയണം. അതിനപ്പുറത്ത് മൈനോറിറ്റിയിൽ ഒരു വിഭാഗത്തെ നാട്ടക്കുലിയാക്കി മറുഭാഗത്ത് വോട്ട് കൺസോളിഡേറ്റ് ചെയ്ത് തങ്ങൾക്ക് വീണ്ടും അധികാരത്തിലേറാം എന്ന സ്വഭാവത്തോടു കൂടിയുള്ള CPM കുറച്ചു കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയത്തിനേറ്റ തിരിച്ചടി കൂടിയാണ് നിലമ്പൂർ എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ
മൂന്നാമത് CPM അധികാരത്തിൽ വരണോ വരണ്ടേ എന്നതിനേക്കാളൊക്കെ വലുതാണ് കേരളത്തിൻ്റെ സൗഹൃദം നിലനിൽക്കണോ നിലനിൽക്കണ്ടേ എന്നുള്ളത്. ഇത് ഗൗരവത്തിൽ എല്ലാവരും കാണേണ്ടതാണ്. നിങ്ങൾ മാധ്യമപ്രവർത്തകരും കാണേണ്ടതാണ്. കേരളത്തിൽ ഏത് മുന്നണി അധികാരത്തിൽ വരണോ വരണ്ടേ എന്നതിനേക്കാളും പ്രാധാന്യമുള്ളതാണ് ഇന്ത്യ ഒട്ടുക്കും വംശീയത ആളിക്കത്തുന്ന ഒരു കാലഘട്ടത്തിൽ, ഇന്ത്യയിൽ മുഴുവൻ വർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കപ്പെട്ട ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ നിലനിൽക്കുന്ന സാമൂഹികവും സൗഹൃദപരവുമായ അന്തരീക്ഷം നിലനിൽക്കണം എന്ന് പറയുന്നത്. അതിന് ഡാമേജ് ഉണ്ടാക്കുന്ന സമീപനം ഒരു രാഷ്ട്രീയ കക്ഷിയുടെയും ഭാഗത്തു നിന്നുണ്ടാകരുത് എന്നാണ് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞിട്ടെങ്കിലും ഇതിൽ നിന്ന് പാഠം പഠിക്കുന്ന വിചാരിച്ചു. പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷവും ഇതേ സമീപനമാണ് CPM തുടരുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, സ്ഥാനാർത്ഥിയുടെ പ്രതികരണം നമ്മൾ ശ്രദ്ധിച്ചു. സ്ഥാനാർത്ഥി പറഞ്ഞത് 2 കൂട്ടരും വിജയാഹ്ലാദം നടത്തുന്നു. എന്തിനാണ് സ്വരാജിനെ പോലെ ഒരാൾ ഇങ്ങനെ സമീകരിക്കുന്നത്? യഥാർത്ഥത്തിൽ നിലമ്പൂരിൽ ആരൊക്കെയാണ് വിജയാഹ്ലാദം നടത്തിയത്? വളരെ പ്രകടമല്ലേ? UDF വിജയിച്ചു, UDF വിജയാഹ്ലാദം നടത്തി. നിലമ്പൂർ ടൗണിൽ മുഴുവൻ UDFൻ്റെ പ്രകടനം നടന്നു. ജമാഅത്തെ ഇസ്ലാമി അവിടെ വിജയാഹ്ലാദം നടത്താൻ പോയിട്ടില്ല. ഏറ്റവും കൂടുതൽ ഈ ഇലക്ഷനിൽ ദ്രോഹിക്കപ്പെട്ട ഒരു പ്രസ്ഥാനം, ഒരു പാർട്ടി ജമാഅത്തെ ഇസ്ലാമിയാണ്. ജമാഅത്തെ ഇസ്ലാമി വിജയാഹ്ലാദം കൊണ്ടാടാനൊന്നും പോയിട്ടില്ല. എന്നിരിക്കെ എന്തിനാണ് വളരെ പ്രകടമായി നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്തിൻ്റെ വിജയം UDF ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന UDFനെ രംഗത്തിൽ നിന്നും മാറ്റി അവിടെ ജമാഅത്തെ ഇസ്ലാമിയെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ച് RSSനോട് സമീകരിച്ച് ഇസ്ലാമിക സംഘപരിവാരം എന്ന് പറയുന്നത്, ഈ സമീകരണ യുക്തിയാണ് യഥാർത്ഥത്തിൽ സംഘപരിവാർ നരേഷൻ CPM ഏറ്റെടുക്കുന്നു എന്നതിൻ്റെ അവസാനത്തെ സ്വരാജുദാഹരണം എന്നാണ് ഞാൻ പറഞ്ഞത്. മന്ത്രി റിയാസ് എന്തോ പറഞ്ഞു. മന്ത്രി റിയാസിന് പറയേണ്ടി വരും. റിയാസ് പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ആദ്യം മധുരിക്കും പിന്നെ കഴിക്കുന്ന. മന്ത്രി റിയാസ് ചോദിക്കുന്നത് നല്ലതാണ്. വീട്ടിൽ പോകുമ്പോൾ ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ വരെ ജമാഅത്തെ ഇസ്ലാമി പിന്തുണയുടെ മധുരം നുണഞ്ഞ ആളാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയുടെ മധുരം നുണയാത്ത ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷി കേരളത്തിലുണ്ടെങ്കിൽ അത് BJP മാത്രമാണ്. അതേസമയം ഇപ്പോൾ തങ്ങൾക്ക് ലഭ്യമാകുന്നില്ല പിന്തുണ എന്നുള്ളത് കൊണ്ട് ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് നടത്തരുത്. കിട്ടാമുന്തിരി പുളിക്കും എന്നുള്ളത് റിയാസും മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയാണ് ഈ സന്ദർഭത്തിൽ നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്. ജമാഅത്തെ ഇസ്ലാമി അല്ലല്ലോ പിന്തുണ കൊടുത്തത്, വെൽഫെയർ പാർട്ടിയാണല്ലോ പിന്തുണ കൊടുത്തത്. അതുകൊണ്ട് അത് വെൽഫെയർ പാർട്ടിയോടാണ് നിങ്ങൾ അന്വേഷിക്കേണ്ടത്. അതിനോടാണ് ഞാൻ പ്രതികരിച്ചത്. ജമാഅത്തെ ഇസ്ലാമി നേരിട്ട് മത്സരിക്കാത്ത, നേരിട്ട് ഇടപെടാത്ത ഒരു ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ജമാഅത്തെ ഇസ്ലാമിയെ മുൻനിർത്തിക്കൊണ്ട് CPM കളിക്കുന്ന ഈ രാഷ്ട്രീയമായ കളി അപകടകരമാണ് എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. ഞാൻ പത്രസമ്മേളനം നടത്താൻ തുടങ്ങിയത് മുതൽ ഞാൻ കേൾക്കുന്ന ചോദ്യമാണ് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട മതരാഷ്ട്രവാദ ചോദ്യം. നിങ്ങൾക്ക് പഠിക്കാം. ജമാഅത്തെ ഇസ്ലാമി ഏറെ പതിറ്റാണ്ട് കാലം അവിടെ ജീവിക്കുന്നുണ്ടല്ലോ. അതിൻ്റെ സാഹിത്യങ്ങളുണ്ട്, അതിൻ്റെ പ്രസിദ്ധീകരണങ്ങളുണ്ട്, അതിൻ്റെ പ്രഭാഷണങ്ങളുണ്ട്, അതിൻ്റെ എഴുത്തുണ്ട്, അതിൻ്റെ സോഷ്യൽ മീഡിയ പേജുകളുണ്ട്. ജമാഅത്തെ ഇസ്ലാമി ഇന്ന് വരെ മതരാഷ്ട്രവാദം ഉന്നയിച്ചിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമി ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്ന ഒരു മൂവ്മെൻറ്റാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടനയിൽ അത് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഖുർആനും പ്രവാചകൻ്റെ തിരുച്ചെഞ്ചിയും ബേസാക്കിക്കൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അതേസമയം ഇവിടെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പൊതുബോധങ്ങളുണ്ട്. ആ പൊതുബോധത്തിൽ നിന്നാണ് പല ചോദ്യങ്ങളും ഉയരുന്നത്. ആ പൊതുബോധത്തെ ക്യാപിറ്റലാക്കിക്കൊണ്ടാണ് CPMൻ്റെ ഭാഗത്ത് നിന്നുള്ള ഈ പ്രചരണം, ധ്രുവീകരണ ശ്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് മീഡിയകളെ അഭിമുഖീകരിക്കേണ്ടി വന്നത്.
പാർലമെന്റിൽ പോലും ഉം. അധികാരമില്ല. ഉം. ഈ മനുഷ്യന്റെ ജീവിതത്തിൽ ഇടപെടാൻ ജീവിതത്തിൽ ദൈവശാസനം അനുസരിച്ച് ജീവിക്കണം എന്ന് പറയുന്നതിൻ്റെ കൂടി ഭാഗമാണ് അതത് രാജ്യത്തെ ഭരണ സംവിധാനങ്ങൾക്കും നിയമവ്യവസ്ഥകൾക്കും അനുസരിച്ച് ജീവിക്കണം എന്ന് പറയുന്നത്. ഞാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ അൽഖാമീർ എന്നുള്ള കേരള അമീർ എന്നുള്ള അർത്ഥത്തിലാണ് സംസാരിക്കുന്നത്. അതിൻ്റെ ഭരണഘടന വെച്ചാണ് സംസാരിക്കുന്നത്. അതും ഇതും ഒരിക്കലും വൈരുദ്ധ്യമാകുന്നില്ല. എൻ്റെ പരമാധികാരി ദൈവം തമ്പുരാനാണ്. എൻ്റെ പരമാധികാരി ദൈവം തമ്പുരാനാണ് എന്ന് പറയുന്നതിനർത്ഥം ഈ രാജ്യത്തെ വ്യവസ്ഥക്കും ഭരണഘടനക്കും വിരുദ്ധമാവുക എന്നാണോ? ഒരു രാജ്യത്തുള്ള നിയമവ്യവസ്ഥക്കും ഭരണ സംവിധാനത്തിനും അനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് ഏതൊരു പൗരൻ്റെയും ബാധ്യതയാണ്. അത് ഇസ്ലാം അനുശാസിക്കുന്ന മാർഗനിർദ്ദേശവുമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ജമാഅത്തെ ഇസ്ലാമി ഇന്നലെ വന്നൊരു പ്രസ്ഥാനമല്ലല്ലോ. നിങ്ങൾക്ക് കഥ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ഏറെ പതിറ്റാണ്ട് കാലത്ത് ഒരു പരാമർശം, ഒരു രാജ്യവിരുദ്ധമായ ഒരു പരാമർശം, ഒരു സാമൂഹ്യ വിരുദ്ധമായ ഒരു പരാമർശം, ഒന്നും വേണ്ട, ഒരു പാരിസ്ഥിതിക വിരുദ്ധമായ ഒരു സമീപനം, മാത്രമല്ല ഒരു പരമത വിദ്വേഷത്തിന് സഹായകമാകുന്ന ഒരു പരാമർശം. ഈ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഇതര മതസമൂഹവുമായി സാഹോദര്യവും സഹവർത്തിത്വവും സ്ഥാപിക്കുന്ന ഒരു പ്രസ്ഥാന ജമാഅത്തെ ഇസ്ലാമി. ഏതാഘോഷം വന്നാലും, ഓണം വന്നാലും, ക്രിസ്മസ് വന്നാലും, പെരുന്നാൾ വന്നാലും, ഇന്നത്തെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ വർഗീയ ധ്രുവീകരണത്തെ ചെറുക്കുന്നിടത്ത് പരസ്പരം കണ്ണി ചേർക്കാൻ വേണ്ടി സവിശേഷമായി പ്രോഗ്രാം മാർഗനിർദ്ദേശം ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. അതെന്താണ് പറയുന്നത് എന്ന് കേൾക്കാൻ, ഖുതുബകൾക്ക് വരെ കേൾക്കാൻ അനുവാദം ആളുകൾ കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. അതേസമയം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജമാഅത്തെ ഇസ്ലാമിയെ ഇരുട്ടിൽ നിർത്തിയിട്ട് അറ്റാക്ക് ചെയ്യുന്ന ആളുകൾ ഈ രാജ്യത്തെ നിയമവാഴ്ച അംഗീകരിക്കാറുണ്ടോ? ഈ രാജ്യത്തെ ഭരണഘടന അംഗീകരിക്കാറുണ്ടോ? ഈ രാജ്യത്ത് നിയമം കയ്യിലെടുക്കാറില്ലേ? ഈ രാജ്യത്ത് തങ്ങളുടെ പ്രതിയോഗികളെ കയ്യൂക്കൊണ്ട് നേരിടാറില്ലേ? തങ്ങളുടെ പാർട്ടി ഗ്രാമങ്ങളിൽ ഇതര അഭിപ്രായങ്ങളും വകവെച്ചു കൊടുക്കാറുണ്ടോ? പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഈ പ്രിവിലേജൊന്നും നിങ്ങളാരും വകവെച്ച് തരാറില്ല. അവരോടാരും നിങ്ങളാരും ഇങ്ങനെ ചോദിക്കാറില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമാണ്. ക്രിസ്റ്റൽ എവിഡൻസ് അതിൻ്റെ ലൈഫാണ്, അതിൻ്റെ എക്സ്പീരിയൻസാണ്, അത് ജീവിക്കുന്ന മണ്ണാണ്, അത് നടത്തുന്ന സംവിധാനങ്ങളാണ്, അത് നടത്തുന്ന സ്ഥാപനങ്ങളാണ്, അത് നടത്തുന്ന പ്രവർത്തനങ്ങളാണ്, അതിൻ്റെ ഭരണഘടനയാണ്. ദൈവത്തിൻ്റെ പരമാധികാരം അംഗീകരിക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം ഈ നാട്ടിൽ ദൈവമൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ്. ചോദിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. കാണുന്നുണ്ട്, പറഞ്ഞൂടെ? ആ, അതായത് നിങ്ങൾക്ക് തെറ്റി. നിങ്ങൾക്ക് തെറ്റി. ആരി മുസ്ലിയാരുടെയും വാരിയംകുന്നൻ്റെയും ഗാന്ധിജിയുടെയും അതുപോലെ അബുൽ കലാം ആസാദിൻ്റെ ഒക്കെ പടം വെച്ച കൂട്ടത്തിൽ ഈ പടം വന്നിരുന്നു. അതിനെ കേന്ദ്രീകരിച്ച് എനിക്ക് തോന്നുന്ന ആശയരൂപീകരണം നടത്തേണ്ട കാര്യമില്ല. അതേസമയം ഒരു മിനിറ്റ്, ആ ഒരു വലിയ പ്രക്ഷോഭത്തെ ആ ഒരു ഫോട്ടോയിലേക്ക് ന്യൂനീകരിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രശ്നം. അത് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. ഞാൻ പറഞ്ഞു വരുന്നത്, ആ ഒരു പടം മാത്രമല്ല അവിടെ ഉണ്ടായിരുന്നത്. അവിടെ നിങ്ങൾ പറ്റുമെങ്കിൽ അതിൻ്റെ വീഡിയോ എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഗാന്ധിജി തൊട്ട് മൗലാന മുഹമ്മദ് അലി തൊട്ട് ഒരുപാട് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതിയ ജനതയുടെ പടം വെച്ചുകൊണ്ടാണ്, ആരി മുസ്ലിയാർ ഉൾപ്പെടെയുള്ള ആളുകളുടെ പടം വെച്ചിട്ടാണ്. അതിൽ ഒന്ന് മാത്രമാണ് കണ്ടതെന്നുള്ളതാണ്. ഓക്കെ, ആ അല്ല 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 വളരെ കൃത്യമായിട്ട് പറയാം. വെൽഫെയർ പാർട്ടിയിൽ ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകർ പ്രവർത്തിക്കുന്നുണ്ട്. 2011 വരെ ജമാഅത്തെ ഇസ്ലാമിയാണ് പിന്തുണ കൊടുത്തിരുന്നത്, ജമാഅത്തെ ഇസ്ലാമിനെ ചർച്ച ചെയ്തിരുന്നത്. പിന്നീട് രൂപം കൊണ്ടുവന്ന പ്രസ്ഥാനമാണ് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ. വെൽഫെയർ പാർട്ടി രൂപപ്പെടുന്നിടത്ത് ജമാഅത്തെ ഇസ്ലാമിയെ മുൻകൈ എടുത്തിട്ടുണ്ട്. വളരെ കൃത്യം സാമൂഹ്യ പ്രവർത്തകരുണ്ടായിട്ടുണ്ട്. അന്നത്തെ ചില മനുഷ്യാവകാശ പ്രവർത്തകർ അതിൽ പങ്കാളികളായിട്ടുണ്ട്. അതിനുശേഷം വെൽഫെയർ പാർട്ടിയിലാണ് ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് സ്വതന്ത്ര രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അതിൻ്റെ നിലപാടെടുക്കുന്നത് അതിൻ്റെ ലീഡർഷിപ്പാണ്. അവർ സംസാരിച്ചിട്ടാണ്. ജമാഅത്തെ ഇസ്ലാമിക്ക് യോജിക്കാൻ കഴിയുന്ന കാലത്തോളം അതിൻ്റെ പ്രവർത്തകർ അതിൽ പ്രവർത്തിക്കട്ടെ എന്ന് ജമാഅത്തെ ഇസ്ലാമി തീരുമാനമെടുത്തതാണ്.
അതുപോലെ മുസ്ലിം ലീഗ് നേതാക്കൾ പറയുന്നത് ജമാഅത്ത് രാഷ്ട്രീയമായിട്ട് ഒത്തുപോകാൻ കഴിയില്ല, ജമാഅത്ത് രാഷ്ട്രീയമായിട്ട് വ്യത്യാസമുണ്ട്, അംഗീകരിക്കാൻ പറ്റില്ല എന്നാണ്. അതോടൊപ്പം CPM എം വി ഗോവിന്ദ മാഷ് അടക്കം പറയുന്നത് അവർ വർഗീയമാണ്, ജമാഅത്ത് ഇസ്ലാമി വർഗീയത ഉണ്ടാക്കുന്ന ആളുകളാണ്. അപ്പോ കേരളത്തിൽ തന്നെ ഇപ്പൊ ഇടതും വലതും മുന്നണികൾക്ക്, പ്രബലരായ ആളുകൾക്ക് തന്നെ ജമാഅത്തെ ഇസ്ലാമി വർഗീയമാണ് എന്ന ഒരു പൊതുധാരണയാണുള്ളത്. ഒരു ധാരണയുണ്ട് കേരളത്തിൽ തന്നെ, അങ്ങനെ അങ്ങോളമുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ എല്ലാവരും ഇങ്ങനെ വിചാരിക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്ക് എന്തൊരു പ്രശ്നമുണ്ട് എന്നല്ല ഇതിന്റെ അർത്ഥം. നിങ്ങളെ ചോദ്യത്തിൽ തന്നെ പ്രശ്നമുണ്ടല്ലോ. എന്താണ് നിങ്ങൾ 3 ചോദ്യത്തിൽ നിങ്ങൾ വെച്ചിട്ട് ഒരു നെറേറ്റീവിൽ നിങ്ങൾ എത്തി. അതായത് ഞാൻ പൂർത്തിയാക്കി തരാം. ഗോവിന്ദൻ മാഷ് പറഞ്ഞതല്ല മുസ്ലിം ലീഗ് പറഞ്ഞത്, മുസ്ലിം ലീഗ് പറഞ്ഞതല്ല ഗോവിന്ദൻ മാഷ് പറഞ്ഞത്. ഞാൻ പൂർത്തിയാക്കി തരാം. അതെ, അല്ല അങ്ങനെയല്ല. ഒരു മിനിറ്റ് ഞാൻ പൂർത്തിയാക്കി തരാം. ജമാഅത്തെ ഇസ്ലാമിയുമായി ആശയപരമായി ഭിന്നതയുണ്ട് എന്നാണ് പറഞ്ഞത്. നിങ്ങളടുത്ത് പരിശോധിച്ചോ. ജമാഅത്തെ ഇസ്ലാമിയുമായി അല്ലേ, അങ്ങനെയല്ലേ? ഒരു മിനിറ്റ്. അല്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞാൽ മതി. ജമാഅത്തെ നിങ്ങളും കൂടി ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഞാൻ പറയുന്നത് ഏതാണ്ട് CPM അത്ര അത്യാവശ്യം പൊതുബോധം ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ നിങ്ങളും കൂടി ചെയ്യേണ്ടതില്ല. ഞാൻ വളരെ കൃത്യമായിട്ട് എല്ലാത്തിനും മറുപടി പറയും, വളരെ കൃത്യമായിട്ട്. നമുക്ക് വളരെ ആ കാര്യത്തിൽ ക്ലാരിറ്റി ഉണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുമായി ആശയപരമായി ഭിന്നതയുണ്ട്. ഗോവിന്ദ മാഷ് പറഞ്ഞത് അതാണോ? ഗോവിന്ദ മാഷ് പറഞ്ഞത് വർഗീയമാണ് എന്നുള്ളതാണ്. ഗോവിന്ദ മാഷിലേക്ക് നമുക്ക് വരാം. ജമാഅത്തെ ഇസ്ലാമിയുമായി ആശയപരമായി ഭിന്നതയുണ്ട്. ഞാനും പറയുന്നു ജമാഅത്തെ ഇസ്ലാമിയും ലീഗും തമ്മിൽ ആശയപരമായി ഭിന്നതയുണ്ട്. CPM-ഉം CPI-യും തമ്മിൽ ആശയപരമായി ഭിന്നതയില്ലേ? മുന്നണിയല്ലേ? മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിൽ ആശയപരമായി ഭിന്നതയില്ലേ? മുജാഹിദും സുന്നിയും തമ്മിൽ ആശയപരമായി ഭിന്നതയില്ലേ? ഇതിനർത്ഥം പ്രശ്നമുണ്ട് എന്നാണോ? ഞങ്ങൾ ഒരു മിനിറ്റ് ഞാൻ പൂർത്തിയാക്കട്ടെ. ഒരു മിനിറ്റ് ഞാൻ പൂർത്തിയാക്കാൻ ക്ഷമ കാണിക്കും സുഹൃത്തെ. ഈ അർത്ഥത്തിൽ മുസ്ലിം ലീഗിൻ്റെ കീഴിൽ നിന്നുകൊണ്ട് മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിയിൽ ഇരിക്കുന്ന ഒരാളാണ് ഞങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? നിങ്ങളെല്ലാം മനസ്സിലാക്കണ്ടേ. മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി എന്ന് പറയുന്ന പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിലുള്ള കോർഡിനേഷൻ കമ്മിറ്റിയിൽ മുജാഹിദ് ഉണ്ട്, സുന്നി ഉണ്ട്, ജമാഅത്തെ ഇസ്ലാമി ഉണ്ട്. ഞങ്ങൾ തമ്മിൽ ആശയഭിന്നത ഉണ്ട്. സുന്നി മുജാഹിദും തമ്മിൽ ഒമ്പിച്ച് ആശയഭിന്നതല്ലേ? ജമാഅത്ത് മുജാഹിദും സുന്നി തമ്മിൽ ആശയഭിന്നതയില്ലേ? ഇതൊക്കെ വിടും നിങ്ങൾ. ഒരു മുന്നണിയുള്ള കോൺഗ്രസും CPM-ഉം കോൺഗ്രസും UDF-ഉം തമ്മിൽ, മുസ്ലിം ലീഗും തമ്മിൽ, കേരള കോൺഗ്രസ് തമ്മിൽ ആശയഭിന്നതയില്ലേ? ആശയഭിന്നതയുള്ള എല്ലാവരും തന്നെ ഇന്നത്തെ മാറിയൊരു ഇന്ത്യൻ സാഹചര്യത്തിൽ സംഘപരിവാറിനെ താഴെ ഇറക്കാൻ എന്തുണ്ട് വഴി എന്നുള്ള അടിസ്ഥാനത്തിൽ ദേശീയ തലത്തിൽ ജമാഅത്തെ ഇസ്ലാമി എടുത്തൊരു നിലപാടാണ് ഇന്ത്യ അലയൻസിന് സഹായകമായ നിലപാട് സ്വീകരിക്കണം എന്നുള്ളത്. ഞാൻ പൂർത്തിയാക്കാം. എന്നെങ്ങളൊന്ന് അനുവദിക്കും. സംഘടനകളെ ഇടതും വലതും അംഗീകരിക്കുന്നുണ്ട്, ജമാഅത്തിന് എന്തുകൊണ്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല? നിങ്ങളുടെ വ്യാഖ്യാനല്ലേ ഇപ്പൊ ഒരു മിനിറ്റ് ജമാഅത്തെ ഇസ്ലാമിയെ അംഗീകരിക്കുന്നില്ല എന്ന് എങ്ങനെ നിങ്ങൾ പറയാം? ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ അവർ സ്വീകരിച്ചല്ലോ, അതിനെ അവർ എൻഡോസ് ചെയ്തല്ലോ. നിങ്ങൾക്ക് എന്തോ ഇതിലൊരു വാശിയുണ്ടോ ജമാഅത്തെ ഇസ്ലാമിയെ UDF കൂടി തള്ളിക്കളയണമെന്ന് എന്ന പോലെയാണ് നിങ്ങൾ സംസാരിക്കുന്നത്. ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. അതായത് ഒരു മിനിറ്റ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു. വർഗീയത എന്ന് പറയുന്നത് ഗോവിന്ദ മാഷ് മാത്രമാണ്. ഗോവിന്ദ മാഷിക്ക് എന്നാണ് ജമാഅത്തെ ഇസ്ലാമി വർഗീയതായത്? എന്നാ വർഗീയതായത്? നിങ്ങൾ കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ ഈ ക്യാമ്പയിനുകൾ കണ്ടോ? എന്താ കാണാതിരുന്നു? നിങ്ങൾ പഠിച്ചു നോക്ക്. കണ്ടിട്ടില്ല. 2015 ശേഷം 19 ശേഷമല്ലാതെ ഇദ്ദേഹത്തിന് ഇത് വർഗീകരിക്കണോ? നിങ്ങളെ മുമ്പിൽ തെളിവുണ്ടല്ലോ. ഞാൻ സംസാരിച്ചിട്ടുണ്ടല്ലോ CPM-ന്റെ നേതാക്കളായിട്ട്. അപ്പം അത് ഞാൻ നേരത്തെ പറഞ്ഞ വിഭാഗീയ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗം, അത് നിങ്ങൾ അംഗീകരിച്ചേ പറ്റൂ. രണ്ടാമത് ജമാഅത്തെ ഇസ്ലാമിയുമായി ആശയഭിന്നത ഉണ്ട്, യാതൊരു സംശയമല്ല. അതേസമയം ഇന്ത്യയിൽ സംഘപരിവാറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ കോൺഗ്രസും CPM-ഉം മുസ്ലിം ലീഗും BJP അല്ലാത്ത എല്ലാവരും സ്വീകരിച്ചിട്ടുണ്ട്. CPM 2025 ഇലക്ഷനിൽ രാജസ്ഥാനിലെ സിക്കറിലും അതുപോലെ തന്നെ ഡിണ്ടിഗലിലും മധുരയിലും സ്വീകരിച്ചിട്ടുണ്ട്. അന്നത്തെ ഗോവിന്ദ മാഷിക്ക് അതായത് പറഞ്ഞ കേരളത്തിലെ CPM ഞാൻ പറയാൻ കാരണം അതാണ്. കേരളത്തിലെ CPIM വെൽഫെയർ പാർട്ടി തന്നെയാണ് പറയുന്നത്. വെൽഫെയർ പാർട്ടി പറയും.
സത്യത്തില് അപ്പല്ലേ ദുരൂഹത മാറ്റേണ്ടതും ഇതിനൊക്കെ മറുപടി പറഞ്ഞു പോകേണ്ടതും ഉള്ള സമയം ഈ ഭരണത്തിന് ശേഷം അത് യുഡിഎഫിന് അനുകൂലമായതിനു ശേഷം ഒരു വാർത്താ സമ്മേളനം അല്ല, ജമാഅത്തെ ഇസ്ലാമി ഇലക്ഷനിൽ നേരിട്ട് ഇടപെടുന്നില്ല. ഇലക്ഷൻ ജമാഅത്തെ ഇസ്ലാമി ഇടപെടാൻ തീരുമാനിച്ചിട്ടില്ല. ഇലക്ഷൻ കഴിഞ്ഞാൽ തോറ്റാലും ജയിച്ചാലും ജമാഅത്തെ ഇസ്ലാമി പത്രസമ്മേളനം തീരുമാനിച്ചാൽ ഞാൻ അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഞാൻ ഇലക്ഷനിൽ വോട്ട് ചെയ്ത് ഇറങ്ങുന്ന ഉടനെ മീഡിയയോട് ഞാൻ പറഞ്ഞെന്താ, ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിക്കും സംസാരിക്കാനുണ്ട്, ജമാഅത്തെ ഇസ്ലാമി സംസാരിക്കും എന്നല്ലേ ഞാൻ മീഡിയകളോട് പറഞ്ഞത്. ജയപരാജയം വെച്ചിട്ടല്ലല്ലേ ഞാൻ പറഞ്ഞത്. അല്ല, അത് ഓരോ സംഘടനയുടെയും സൗകര്യം വെച്ചിട്ടല്ലോ. ആ അതിലുള്ളൊരു വിഷയം CPM ഇപ്പോൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന വിമർശനങ്ങളുടെ കൗണ്ടർ പോയിന്റ് ഏതാണ്ട് മീഡിയകളിൽ ധാരാളമായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമി അപ്പോൾ പറയേണ്ടുന്ന സാഹചര്യം ഇല്ലാത്ത വിധം എന്താണ് CPM ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം എന്നതിനെക്കുറിച്ച് കേരളത്തിലെ പ്രബുദ്ധ ജനതയ്ക്ക് നല്ല ധാരണയുണ്ട്. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി പറയേണ്ടതില്ല. എന്നാൽ പോലും ചില പച്ചക്കള്ളം വന്നതുകൊണ്ട് അതിൻ്റെ ക്ലാരിറ്റി വരുത്തണം എന്നുള്ളതുകൊണ്ടാണ് ഇത് ഇപ്പോൾ നമ്മൾ പത്രസമ്മേളനം നടത്താമെന്ന് വെച്ചത്. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പിന്നെ നേരത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ കൊടുത്തിരുന്നത്, ഇപ്പോൾ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ കൊടുക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി പിന്തുണ കൊടുത്ത ഘട്ടത്തിലെല്ലാം ചർച്ച ചെയ്ത് കൃത്യത വരുത്തിയിട്ടാണ് പിന്തുണ കൊടുത്തത്. രാഷ്ട്രീയപരമായ കാരണങ്ങളാലാണ് പിന്തുണ കൊടുത്തത്. അതിൽ ഇനിയും പിന്തുണ കൊടുക്കുമെന്ന് വെച്ചാൽ ഈ 2025 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതത് സമയത്തുള്ള രാഷ്ട്രീയ സാഹചര്യം നോക്കിയിട്ടാണ് LDFനാണോ UDFനാണോ ആർക്കാണോ എന്നുള്ളത് തീരുമാനിക്കുക. അപ്പോൾ ആ അർത്ഥത്തിൽ കഴിഞ്ഞ UDFന് ഇവിടെ കൊടുത്ത ഘട്ടത്തിൽ നമ്മൾ ദേശീയ തലത്തിൽ LDFന് പിന്തുണ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ സംഘപരിവാറാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതിൻ്റെ മറുഭാഗത്ത് ഇന്ത്യ അലയൻസ് എന്ന് പറയുന്ന സംവിധാനമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ആ ഇന്ത്യ അലയൻസിനെയാണ് നമ്മൾ ദേശീയ തലത്തിൽ തന്നെ പിന്തുണ. ജമാഅത്തെ ഇസ്ലാമി ഒരു ദേശീയ പാർട്ടിയാണ്. കേരളത്തിൻ്റെ സവിശേഷമായ സാഹചര്യത്തിൽ കേരളത്തിൽ ഇന്ത്യ മുന്നണിയിൽ തന്നെയുള്ള 2 കക്ഷികളാണുള്ളത്. ആ ഒരു ഘട്ടത്തിൽ നമ്മൾ UDFനെയാണ് പിന്തുണച്ചത്. ആ പിന്തുണച്ചത് മുതലാണ് ജമാഅത്തെ ഇസ്ലാമി വർഗീയ പ്രസ്ഥാനമായത്. അതുവരെ ജമാഅത്തെ ഇസ്ലാമി CPMന് വർഗീയ പ്രസ്ഥാനമായിട്ടില്ല. സാമ്രാജ്യത്വ വിരുദ്ധ നിലപാടുള്ള പ്രസ്ഥാനമാണ്, ഫാസിസ്റ്റ് വിരുദ്ധ നിലപാടുള്ള പ്രസ്ഥാനമാണ്. ഇങ്ങനെയുള്ള ഒരുപാട് വിശേഷണങ്ങൾ ഉത്തരവാദപ്പെട്ട ആളുകളിൽ നിന്ന് തന്നെ ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടി കിട്ടിയിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ 2 മാധ്യമ സ്ഥാപനങ്ങളുടെ ഉദ്ഘാടന പരിപാടിക്ക് പാലക്കാട് തങ്ങളെ ക്ഷണിച്ചപ്പോൾ കൊടുത്തില്ല. അത് പോകാതിരുന്നതിനെ കുറിച്ച് ഇപ്പോ ലീഗിന്റെ പ്രവർത്തകരെല്ലാം ലീഗിന്റെ നേതാക്കളെല്ലാം ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമ സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനത്തിന് തങ്ങളെ ക്ഷണിച്ചിരുന്നു. അല്ല, മുഖ്യമന്ത്രിയോട് നിങ്ങൾ ചോദിക്കണ്ടേ? മുഖ്യമന്ത്രി എന്തെങ്കിലും പറഞ്ഞു പോയാൽ പറ്റുമോ? ഞാൻ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമ സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനത്തിന് അവർ വിളിച്ചിട്ടില്ലല്ലോ, വിളിച്ചിട്ടില്ല. അതിൽ മതസംഘടനാ നേതാക്കന്മാർ ആരെയും വിളിച്ചിട്ടില്ല, തങ്ങളെ എന്നല്ല. ഇതാ ഞാൻ പറഞ്ഞത്. എന്തിനാണ് അത് മുഖ്യമന്ത്രി പറയുന്നത്? അതിൻ്റെ പിന്നിലെ രാഷ്ട്രീയം എന്താ? നിങ്ങൾ മാധ്യമപ്രവർത്തകരാണല്ലോ. മാധ്യമ സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനത്തിൽ കുൽദീപ് നയ്യാർ ഉൾപ്പെടെയുള്ള N. റാം ഉൾപ്പെടെയുള്ള ഒരുപാട് പ്രഗത്ഭരായ മാധ്യമപ്രവർത്തകർ വെച്ചിട്ടാണ് അതിൻ്റെ ഉദ്ഘാടനങ്ങൾ നടക്കുക. എന്തിനാ തങ്ങളെ വിളിച്ചോ എന്ന് ചോദിക്കുന്നത്? ഒരു മതസംഘടനാ നേതാക്കന്മാരെയും വിളിച്ചിട്ടില്ലല്ലോ. അത് നിങ്ങൾ തീരുമാനിച്ചാൽ പോരെ? ധാരാളം. ഏറ്റവും അവസാനം കഴിഞ്ഞ മാസം കോയമ്പത്തൂരിൽ നടന്ന വലിയൊരു പ്രക്ഷോഭത്തിൽ വഖഫ് ബില്ലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ സംയുക്തമായിട്ടാണ് പ്രക്ഷോഭം നടക്കുന്നത്. അതാണ്. അത് നിങ്ങൾ പാർട്ടിയോട് ചോദിക്കണം. വെൽഫെയർ പാർട്ടിൻ്റെ വോട്ട് എത്രയാന്നുള്ളത് നമ്മൾ ചോദിക്കണം. ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് എത്ര എന്നുള്ളതൊന്നുമല്ല. ജമാഅത്തെ ഇസ്ലാമിയെ നാട്ടക്കുറിയാക്കിയിട്ട് മൈനോറിറ്റി വോട്ടിൻ്റെ കൺസോൾട്ടേഷൻ തകർക്കുക, മറുഭാഗത്ത് ഭൂരിപക്ഷ ഹൈന്ദവ വോട്ട് കൺസോൾട്ടേറ്റ് ചെയ്യുക എന്ന് പറയുന്ന അത്യന്തം അപകടകരമായ, എൻ്റെ നാട്ടിലൊക്കെ ഞാനൊരു നിലമ്പൂർ ഗ്രാമത്തിൽ താമസിക്കുന്ന ആളാണ്. ഞങ്ങൾക്ക് ഇതുവരെ അത്തരത്തിലുള്ള വിഭാഗീയ പ്രവർത്തനങ്ങളും വർഗീയ പ്രവർത്തനങ്ങളും ഞങ്ങൾക്കിടയിൽ ചർച്ചയില്ല. ഞങ്ങളൊരു കുടുംബത്തെ പോലെ താമസിക്കുന്ന സ്ഥലങ്ങളാണ്.
അവിടങ്ങളിൽ ഉൾപ്പെടെ ഇത്തരം ഒരു ഡിസ്കഷന് വഴി തുറന്ന് അപകടകരമായ ധ്രുവീകരണ പ്രവണതയ്ക്ക് ആക്കം കൂട്ടി എന്നുള്ളതാണ് CPM ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇല്ല ഓക്കെ താങ്ക് യു.